കാരുണ്യത്തിന്റെയും സേവനത്തിന്റെയും പ്രതീകമായി കണക്കാക്കുന്ന നഴ്സിംഗ് പ്രൊഫഷണലുകൾ ഒരു കൊലപാതക സംഘമായി മാറിയതിന്റെ ഞെട്ടിക്കുന്ന കഥയാണ് ഓസ്ട്രേലിയയിലെ വിയന്ന പട്ടണത്തിൽ 1989 പുറത്തു വന്നത്. 1983 മുതൽ 1989 വരെയുള്ള 6 വർഷ കാലയളവിൽ ജെറിയാട്രി സെൻട്രം ആൻഡ് വിയൻവാൾഡ് ആശുപത്രിയിൽ നടന്ന 100 കണക്കിന് അസ്വാഭാവിക മരണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ലെയിൻസ് ഏഞ്ചൽസ് ഓഫ് ഡെത്ത് എന്നറിയപ്പെടുന്ന 4 നഴ്സിംഗ് അസിസ്റ്റന്റുമാരായിരുന്നു. 1989 ഏപ്രിൽ മാസത്തിലെ ഒരു രാത്രിയാണ് ഈ നരവേട്ടയുടെ രഹസ്യം പുറം ലോകം അറിയുന്നത്. ആശുപത്രിയിലെ തന്റെ പതിവ് ഡ്യൂട്ടി കഴിഞ്ഞ് അടുത്തുള്ള പ്രാദേശിക മദ്യശാലയിലെത്തിയ ഒരു യുവ ഡോക്ടർ അതേ ആശുപത്രിയിലെ നഴ്സിംഗ് അസിസ്റ്റന്റുമാരുമായി വാൾറൌഡ് വാഗ്നറിന്റെയും മരിയ ഗ്രൂബറിന്റെയും സംഭാഷണമാണ് കേട്ടത്. സാധാരണ സൗഹൃദ സംഭാഷണമായി ആദ്യം കരുതി അവഗണിച്ച ഡോക്ടർ അടുത്ത നിമിഷം കേട്ട വാക്കുകളിൽ ഞെട്ടിത്തരിച്ചു. കൂസലില്ലാതെ ചിരിച്ചുകൊണ്ട് ഇരുവരും സംസാരിച്ചത് തങ്ങളൊരു രോഗിയെ മരണത്തിലേക്ക് തള്ളിവിട്ടതിനെ കുറിച്ചായിരുന്നു. അവർ ആവർത്തിച്ച് പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നത് രോഗികളെ കൊലപ്പെടുത്തിയതിന്റെ രീതികളെ കുറിച്ചായിരുന്നു. വാട്ടർ ക്യൂർ എന്ന പേരിൽ രോഗികളെ അവർ ക്രൂരമായി കൊലപ്പെടുത്തിയതിന്റെ കഥകൾ പറഞ്ഞാണ് ഇരുവരും ചിരിച്ചത്. താൻ കേട്ടത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ ആ രാത്രി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പോലീസിനെ ആശുപത്രി അധികാരികളെയും വിവരം അറിയിച്ചു. 6 വർഷത്തോളം നീണ്ട ഈ കൊലപാതക പരമ്പരയ്ക്ക് പിന്നിൽ 4 സ്ത്രീകൾ ഉണ്ടായിരുന്നു. വാൾട്രോഡ് വാഗ്നർ, മരിയ ഗ്രൂബർ എന്നിവർക്ക് പുറമെ ഐറൻ ലെയ്ഡോഫ്, സ്റ്റീഫാൻജിയ മേയർ എന്നിവരും ഈ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു. ആശുപത്രിയിലെ വിദഗ്ധരും ദുർബലരുമായ രോഗികളെയാണ് ഇവർ ലക്ഷ്യമിട്ടിരുന്നത്. 1983 വാഗ്നർ ആയിരുന്നു ആദ്യമായി ഒരു രോഗിയെ കൊല്ലുന്നത്. കഠിനമായ വേദന അനുഭവിച്ചിരുന്ന ഒരു രോഗി തന്നെ എങ്ങനെയെങ്കിലും മോചിപ്പിക്കണമെന്ന് വാഗ്നറോട് അപേക്ഷിച്ചു അത്രേ. അങ്ങനെ രോഗിയുടെ അപേക്ഷ പ്രകാരം അധിക അളവിൽ മോർഫിൻ കുത്തിവെച്ച വാഗ്നർ ആദ്യ കൊലപാതകം നടത്തി. ഈ സംഭവം വാഗ്നറുടെ ചിന്താഗതിയെ പൂർണ്ണമായി മാറ്റിമറിച്ചു. വേദന സഹിച്ച് ജീവിച്ച മനുഷ്യനെ താൻ മോചിപ്പിച്ചതോടെ താനും ദൈവതുല്യാണ് എന്ന ചിന്ത വാഗ്നറുടെ ഉള്ളിലേക്ക് കടന്നുകൂടി. മറ്റൊരാളുടെ ജീവിതത്തിന്മേൽ അധികാരം സ്ഥാപിക്കാൻ കഴിയുമെന്ന ഈ ലഹരിയിൽ അവൾ മറ്റ് 3 നേഴ്സുമാരെയും ഉൾപ്പെടുത്തി. ഞാൻ ദൈവിക പ്രവൃത്തിയാണ് ചെയ്യുന്നത്, വേദനയിൽ കഴിയുന്ന രോഗികളെ നമുക്ക് ഒത്തുചേർന്ന് മോചിപ്പിക്കാം എന്ന വാഗ്നറുടെ വാക്കുകൾ കേട്ട് മൂവരും കൂടെ കൂടി. ആദ്യം കരുണയുടെ പേരിലാണ് തുടങ്ങിയതെങ്കിലും വൈകാതെ അത് കൊലപാതകത്തോടുള്ള ആസക്തിയായി മാറി. രോഗികളെ സഹായിക്കുക എന്ന മറവിൽ വൃദ്ധരും ദുർബലരുമായ രോഗികളെ അവർ തിരഞ്ഞു പിടിച്ചു കൊന്നു. തുടക്കത്തിൽ മോർഫിൻ അമിതമായി കുത്തിവെച്ചായിരുന്നു കൊലപാതകം. മോർഫിൻ ഉപയോഗം ഹോസ്പിറ്റൽ അധികൃതർക്ക് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയ സംഘം കൊലപാതക രീതി മാറ്റി. അതിനായി അവർ കണ്ടെത്തിയ പുതിയതും ക്രൂരവുമായ രീതിയായിരുന്നു വാട്ടർ ക്യൂർ. രോഗിയുടെ വായിലൂടെ വെള്ളമൊഴിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്ന രീതിയായിരുന്നു വാട്ടർ ക്യൂർ. രോഗികൾ കിടക്കയിൽ ഉറങ്ങുമ്പോൾ സംഘത്തിലെ 2-3 പേർ ചേർന്നായിരുന്നു ഈ ക്രൂരത നടപ്പാക്കിയിരുന്നത്. ഒരാൾ രോഗിയുടെ തല മുറുക്കി പിടിക്കുമ്പോൾ മറ്റുള്ളവർ കൈയും കാലും അമർത്തി പിടിക്കും. ഒരു നഴ്സ് രോഗിയുടെ മൂക്ക് ഞെക്കി പിടിക്കുമ്പോൾ മറ്റൊരാൾ രോഗിയുടെ വായിൽ വലിയ അളവിൽ വെള്ളം ഒഴിക്കുന്നു. വെള്ളം ശ്വാസകോശത്തിൽ പ്രവേശിച്ച് രോഗി ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിക്കുന്നു. വൃദ്ധരിലെ ശ്വാസകോശത്തിൽ നീർക്കെട്ട് അഥവാ ഫ്ലൂയിഡ് എന്നത് സാധാരണമായതിനാൽ പ്രാഥമിക പരിശോധനയിൽ ഡോക്ടർമാർ പോലും മരണകാരണം വാർദ്ധക്യ സഹജമായ സ്വാഭാവിക മരണമെന്ന് രേഖപ്പെടുത്തി. ചില രോഗികളെ അവർ കൊന്നത് അവർ ശല്യക്കാരായി ശബ്ദമുണ്ടാക്കി അല്ലെങ്കിൽ നേഴ്സുമാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചില്ല എന്ന ഒറ്റ കാരണം കൊണ്ടായിരുന്നു. ഇത് കരുണയുടെ പേരിലുള്ള കൊലപാതകമായിരുന്നില്ല, മറിച്ച് വ്യക്തിപരമായ വിദ്വേഷത്തിന്റെ പേരിൽ ചെയ്ത ക്രൂരതയായിരുന്നു എന്ന് തെളിയിക്കുന്നു. 1983 മുതൽ 1989 വരെ 6 വർഷം കൊണ്ട് ആശുപത്രിയിലെ മരണസംഖ്യ അപ്രതീക്ഷിതമായി ഉയരുകയായിരുന്നു. മരണപ്പെട്ടവർ വൃദ്ധരായതുകൊണ്ട് വാർദ്ധക്യ സഹജമായ രോഗം മൂലമാണ് രോഗികൾ മരണപ്പെട്ടത് എന്നായിരുന്നു പ്രാഥമിക നിഗമനം. അതിനാൽ ദിനംപ്രതി വർദ്ധിച്ചു വന്ന മരണസംഖ്യ ആരും അത്ര വലിയ കാര്യമാക്കിയില്ല. ഡോക്ടർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. 6 വർഷത്തോളം നീണ്ടുനിന്ന മനുഷ്യക്കുരുതിയുടെ കഥകൾ അതോടെ പുറത്തു വന്നു. അറസ്റ്റിന് ശേഷമുള്ള ചോദ്യം ചെയ്യലിൽ വാഗ്നർ ആദ്യം കുറ്റസമ്മതം നടത്തി. തൊട്ടു പിന്നാലെ മറ്റുള്ളവരും നാളിതുവരെ നടത്തിയ കൊലപാതകങ്ങൾ തുറന്നു പറഞ്ഞു. ആകെ 49 കൊലപാതകങ്ങൾ നടത്തിയതായി 4 പേരും കുറ്റസമ്മതം നടത്തിയെങ്കിലും 1983 1989 ഇടയിൽ 200-ലധികം രോഗികളുടെ മരണത്തിൽ ഇവർക്ക് പങ്കുണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത്. നിരവധി മൃതദേഹങ്ങൾ പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തേണ്ടി വന്നു. വിചാരണ സമയത്ത് ഈ നഴ്സുമാർ തങ്ങളുടെ പ്രവർത്തികൾ കരുണയുടെ പേരിലായിരുന്നു എന്ന് വാദിച്ചു. എന്നാൽ കൊലപാതകങ്ങളുടെ രീതിയും അതിന്റെ ഉദ്ദേശവും ക്രൂരത നിറഞ്ഞതാണെന്ന് കോടതി കണ്ടെത്തി. വാഗ്നർക്കും ലൈഡോൾഫിനും ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചു. ഗ്രൂബർക്ക് 15 വർഷവും മേയർക്ക് 20 വർഷവുമായിരുന്നു ശിക്ഷ.
ഓസ്ട്രിയൻ നിയമം അനുസരിച്ചുള്ള ശിക്ഷാ കാലയളവുകൾ പരിഗണിച്ച 2008 4 പേരും ജയിൽ മോചിതരാകാൻ തുടങ്ങി. 2008 വാഗ്നറും ലൈഡോൾഫും നല്ല പെരുമാറ്റം മൂലം മോചിതരായി. മറ്റു 2 പേരും നേരത്തെ തന്നെ പുറത്തിറങ്ങിയിരുന്നു. പൊതുജനരോക്ഷം ഭയന്ന് ജയിൽ മോചിതരായി ഇവർക്ക് പുതിയ പേരുകൾ നൽകി രഹസ്യമായി താമസിപ്പിക്കുകയായിരുന്നു. ഇത് ഇരകളുടെ കുടുംബങ്ങളുടെ പ്രതിഷേധത്തിന് കാരണമായി. നീതി നിഷേധിക്കപ്പെട്ട ഇരകളുടെ കുടുംബങ്ങളുടെ പ്രതിഷേധവും ഈ കൊലപാതകങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് മടങ്ങിയെത്തിയതിലുള്ള ഓസ്ട്രിയൻ ജനതയുടെ രോക്ഷം നിറഞ്ഞ ഈ കേസ് ഇന്നും വേദനാജനകമായ ഒരു ഓർമ്മയായി തുടരുന്നു. ആരോഗ്യ സംരക്ഷണത്തിലുള്ള ഏറ്റവും വലിയ വിശ്വാസ വഞ്ചനയുടെ കഥയാണ് മരണത്തിന്റെ മാലാഖമാരുടേത്. ആശുപത്രികളിലെയും കെയർ ഹോമുകളിലെയും ജീവനക്കാർക്ക് മേൽ കർശനമായ നിരീക്ഷണവും മനഃശാസ്ത്രപരമായ വിലയിരുത്തലുകളും അനിവാര്യമാണെന്ന വലിയ പാഠമാണ് ഈ സംഭവം ലോകത്തിന് നൽകുന്നത്.